ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതാണ്. മാർച്ച് 14-ലാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കുന്നത്. 22-ന് 3-അംഗ ആഭ്യന്തര സമിതിക്ക് രൂപം കൊടുക്കുന്നു. ഈ കഴിഞ്ഞ മെയ് 4-ന് സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 67 ദിവസങ്ങൾ പിന്നിട്ടു. എന്നിട്ടും ജഡ്ജിക്കെതിരെ FIR എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളുടെ കാര്യം കൂടി അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വിശാലമായ ഒരു വിഷയത്തിൻ്റെ ഒരു ചെറിയ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ നോക്കൂ, ജഗദീപ് ധൻഖർ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം രാജ്യസഭയുടെ പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാനാണ്. അതേസമയം തന്നെ എക്സിക്യൂട്ടീവ് അധികാരമുള്ള വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ദീർഘകാലമായി തുടരുന്ന ഒരു പവർ റൈവൽറി എന്ന് വേണമെങ്കിൽ പറയാം. ജുഡീഷ്യറി ചില അവകാശങ്ങൾ കൈവശം വച്ചിരിക്കുന്നു. അത് ഒരു കൊളീജിയം സിസ്റ്റം എന്ന രീതിയിലൂടെ ഇവോൾവ് ചെയ്തു വന്ന കൊളീജിയം സിസ്റ്റത്തിലൂടെ നിയമനങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്നു. ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മീഷൻ ഗവൺമെൻറ് പ്ലാൻ ചെയ്തു, ആ ബില്ല് കൊണ്ടുവരുന്നു. പക്ഷേ അത് നിഷ്കരണം കോടതി തള്ളിക്കളയുന്നു. അപ്പോൾ ഇതിലൊന്നും മെറിറ്റ് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ വേർ ഈസ് അക്കൗണ്ടബിലിറ്റി? ഏതെങ്കിലും ഒരു ജഡ്ജിക്കെതിരെ ആരോപണം വരികയാണ്, ജഡ്ജിക്കെതിരെ എന്തെങ്കിലും അഴിമതി തെളിവുകൾ സഹിതം എന്തെങ്കിലും വരികയാണ്, അപ്പോഴും ജഡ്ജിക്ക് എതിരെ ഒരു അന്വേഷണം നടത്താനുള്ള സാഹചര്യമില്ല. അത് അന്വേഷണം തന്നെ ആഭ്യന്തരമാണ്. ഇപ്പോൾ നടന്നതുപോലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടന്നതുപോലെ ഒരു 3-അംഗ പാനൽ, അത് ഇൻ ഹൗസാണ്. അവരെല്ലാം നീതിപീഠത്തിന് തലപ്പത്തിരുന്ന 2 റിട്ടയർഡ് അങ്ങനെ ഒരു സമിതിക്ക് രൂപം നൽകി അന്വേഷിക്കണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇതൊക്കെ ഒരു കസ്റ്റമറി പ്രാക്ടീസസ് ആണ്. അത് ജഡ്ജിമാരുടെ ഒരു ഹിതമനുസരിച്ച്, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരൊറ്റ ബേർഡ്സ് ഓൺ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ എല്ലാം ഇൻട്രസ്റ്റ് ജുഡീഷ്യറിയുടെ ഒരു ആകമാന ഇൻട്രസ്റ്റാണ്. ഇവിടെ ജഗദീപ് ധൻഖർ ചോദിച്ച ഒരു ആഴമുള്ള ചോദ്യമുണ്ട്. Is it in conformity with the rule of law? എന്താ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ ഫോളോ ചെയ്യുന്നത് AV ഡൈസിയൊക്കെ മുന്നോട്ട് വെച്ച നിയമവാഴ്ച ബ്രിട്ടീഷ് ലീഗൽ സിസ്റ്റത്തിൻ്റെ ആണിക്കല്ലാണ്. അത് ഇൻ പ്രിൻസിപ്പിൾ ഭാരതം അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ ജഡ്ജിമാരുൾപ്പെടെ സാധാരണ പൗരനും ജഡ്ജിയും എല്ലാവർക്കും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും എല്ലാവർക്കും ഒരേ നിയമം ഒരേപോലെ ബാധകമാകുകയാണ്. അതെല്ലാം തന്നെ ഒരേ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ, ഒരേ കോടതി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരേ നിയമ പ്രക്രിയയിലൂടെ സമാനമായ കേസുകൾ മുന്നോട്ട് പോകേണ്ടതാണ്. അതാണ് നിയമവാഴ്ച. അപ്പോൾ ജഡ്ജിമാർക്ക് ഒരു നീതിയും, ജഡ്ജിമാർ ഉൾപ്പെടുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസുകൾ, അതിൽ ഒരു നീതിയും, മറ്റെല്ലാവർക്കും മറ്റൊരു നീതിയും എന്നത് ഇരട്ട നീതി സങ്കല്പമാണ്. ഇത് കുറേ കാലമായി ഇതൊരു വിഷയമാണ്. ഇത് പല സമയത്ത് തിരുത്തണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ എല്ലാം കോടതി പറയുന്നത് 1991 ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട്. ജഡ്ജിമാർക്കെതിരെ ആരോപണമുണ്ടായാൽ അതന്വേഷിക്കാൻ ഒരു സംവിധാനം, FIR ഒക്കെ ഇടുന്നതിന് പ്രത്യേക നിബന്ധനയുണ്ട്. അനുമതി ആവശ്യമാണ്. നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടത് ആരുടെ അനുമതിയാണ്? ജഡ്ജിമാരുടെ തന്നെ അനുമതിയാണ്. അപ്പോൾ കുറ്റം ചെയ്ത ഒരു ജഡ്ജി, കുറ്റാരോപിതനായ ഒരു ജഡ്ജി, ആരോപണം അദ്ദേഹത്തിൻ്റെ ഒരു നിയമപ്രക്രിയയിലൂടെ അത് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ആരുടെയാണ്? അതേ ജഡ്ജി ഉൾക്കൊള്ളുന്ന നിയമ സംവിധാനത്തിൻ്റെ ഉന്നത കോടതിയുടെ അനുവാദം വേണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ നഷ്ടപ്പെടുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കെട്ടുകണക്കിന് കത്തിക്കരിഞ്ഞ നോട്ടുകളാണ് ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ നിന്നും കണ്ടെടുത്തത്. അപ്പോൾ ലുട്ടൻസ് മാർഗിലെ ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ എന്തായാലും ഈ നോട്ടുകളുടെ ഉദ്ഭവം എവിടെയാണ്, പ്രഭവ കേന്ദ്രം എവിടെയാണ്, എന്തിനു വേണ്ടി ഇൻറ്റൻറ്റ് ചെയ്ത നോട്ടുകളാണ്? അപ്പോൾ അവിടെ ന്യായമായ ചോദ്യങ്ങൾ. ജഗദീപ് ധൻഖർ ശരിക്കും പറഞ്ഞാൽ ഉപരാഷ്ട്രപതി ആയിരിക്കാം, പക്ഷേ ജനപക്ഷത്ത് നിന്ന്, മാധ്യമങ്ങളുടെ പക്ഷത്ത് നിന്ന് ആരെങ്കിലും വിഷയങ്ങൾ ഉന്നയിക്കണമല്ലോ. അത് ഒരു എലിസിറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്ന രീതിയിൽ രാജ്യത്തിന് മുമ്പാകെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പുസ്തക പ്രകാശന വേളയാണ് സന്ദർഭം, അത് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം എന്താണോ ജനങ്ങളോട്, രാജ്യത്തോട്, ലോകത്തോട് പറയുന്നത്, ഇത് വന്നിരിക്കുന്ന പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിൻ്റെയോ ഭാഗത്തല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ജഗ്ദീപ് ധൻഖറാണ് ഈ ഒരു വിഷയം മുൻപും, ഇതാദ്യമായിട്ടല്ലെന്ന് ഓർക്കണം, മുൻപും ഒരുപക്ഷെ
അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മഥിക്കുന്ന ഒരു വിഷയം. ഭരണഘടനയുടെ വ്യാഖ്യാനം നടത്തേണ്ട ഏജൻസിയാണ് കോടതി. പക്ഷെ പലപ്പോഴും കോടതി ചില ഭരണഘടന അനുശാസിക്കുന്ന ചില ലക്ഷ്മണ രേഖകൾ ഭേദിക്കുന്നുണ്ടോ എന്ന സംശയം അത് പ്രകടിപ്പിക്കുകയാണ്, സ്വല്പം ഉച്ചത്തിൽ പ്രകടിപ്പിക്കുകയാണ്. സൂപ്പർ പാർലമെന്റ് ആകുന്നു. പാർലമെന്റിന്റെ പ്രൊറോഗറ്റീവാണ്. ഇവിടെ ഒരു ശ്രീ അനിൽ, ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട്. ഇന്ത്യ ചിലരൊക്കെ വിചാരിക്കുന്നു പാർലമെന്റ് ജനാധിപത്യമായതുകൊണ്ട് പാർലമെന്ററി സുപ്രമസിയാണ്. അല്ല, പാർലമെന്റ് സുപ്രമസി അല്ല. ചിലർ വിചാരിക്കുന്നുണ്ട് ക്യാബിനറ്റിൻ്റെ ഒരു ഭരണമായതുകൊണ്ട് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റേഴ്സ് ഗവൺമെൻറ്. തത്വത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും അവിടെയും എക്സിക്യൂട്ടീവ് ഡോമിനൻസ് അല്ല. ഇവിടെ യഥാർത്ഥത്തിൽ പീപ്പിൾ, ചിലർ പറയുന്നു ഇത് പീപ്പിൾസ് ഡോമിനൻസ് ആണ്, അല്ലെങ്കിൽ പോപ്പുലർ സോവറിൻറ്റിയാണ്. അവിടെയും അല്ല, മറിച്ച് ദിസ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി. ഭരണഘടനയാണ് എല്ലാം. കോടതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഇൻ്റർപ്രറ്റർ മാത്രമാണ്. ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട സംവിധാനമാണ് കോടതി. അങ്ങനെയെങ്കിൽ ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു ബില്ല് നിയമമാകുന്നതിന് ഗവർണറുടെ അനുമതി വേണം, പക്ഷേ ആ ഗവർണർക്ക് എത്ര കാലം കൈവശം ആ ബില്ല് വെച്ചിരിക്കാം എന്നതിനെ കുറിച്ച് ഭരണഘടനയിൽ കൃത്യമായ ഒരു വിശകലനമില്ല. അവിടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഏകപക്ഷീയമായി ഒരു തീരുമാനം വരികയാണ്. നിശ്ചിത കാലാവധിക്കുള്ളിൽ ആ ബില്ലിൽ തീർപ്പ് കൽപ്പിക്കണം. അത് രാഷ്ട്രപതിയാണെങ്കിലും ഗവർണറാണെങ്കിലും തീർപ്പ് കൽപ്പിക്കണം. തങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ബില്ല് അതിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് ഭരണഘടനയുടെ പൂർണ്ണമായ സ്പിരിറ്റ് അനുസരിച്ചാണോ? ഇതേക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ ആരോടാണ് പറയേണ്ടത്? ഹയർ കോടതി, അല്ലെങ്കിൽ ഫുൾ ബെഞ്ച്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്. അവിടെയും ജഡ്ജിമാർ തന്നെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ജഡ്ജിമാരുടെ കാര്യം വരുമ്പോൾ ജഡ്ജിമാരുൾപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഉന്നത നീതിപീഠം നിയമിക്കുന്ന അന്വേഷണ കമ്മീഷൻ, ഇൻ ഹൗസ് ഇൻവെസ്റ്റിഗേഷൻ സ്വീകാര്യമല്ല എന്ന് കാറ്റഗോറിക്കായി പറഞ്ഞു വെക്കുകയാണ് ശ്രീ അനിൽ. അപ്പോൾ അവിടെയാണ് ഒരു രാജ്യവ്യാപകമായ ഒരു ഡിബേറ്റ്. ഇനിയും ഇതൊരു കഥാതന്തു മാത്രമാണ്, ഇതേക്കുറിച്ചൊരു ഡിബേറ്റ് ഇനിയും ഉണ്ടാക്കണം. അവിടെയാണ് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഒരിക്കൽ കൂടി പൊടിതട്ടിയെടുക്കേണ്ടി വരുമോ? ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രീയ പ്രേരിതമായി മാറുന്നു എന്ന ഒരു കൊളീജിയം സിസ്റ്റം മാറി ഒരു മെറിറ്റ് ബേസ്ഡ് അപ്പോയിൻമെൻ്റ് ആകും. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുമോ? ഈ അടുത്ത സമയം വരെ കേട്ടിരുന്നത് ജഡ്ജിമാർ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്നു, അതാണ് അടുത്ത സമയം വരെ കേട്ടിരുന്നത്. ഇപ്പോൾ ഇതാ കേൾക്കുന്നത് മറുപക്ഷമാണ്. രാഷ്ട്രീയ നേതൃത്വത്തെ, പാർലമെന്റിനെ, വ്യവസ്ഥകളെ, എക്സിക്യൂട്ടീവിനെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് കോടതി മേൽക്കൈ നേടുന്ന ഒരു ശ്രമമാണ്. ഇത് എല്ലാ കാലത്തും ഈ റോളർ കോസ്റ്റർ റൈഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് രാജ്യം എന്ന് തോന്നുന്നു.